നമ്മളിൽ പലരും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒരു പുതിയ ബിസിനസ് ഐഡിയാസ് പുതിയ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് ഇത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് പാരൻസ് സിബ്ലിങ്സിനോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്നത് നെഗറ്റീവായിട്ടുള്ള ഉത്തരമായിരിക്കും. അത് പോസിബിൾ ആണോ, അതങ്ങനെ നടക്കുമോ, അതിങ്ങനെ ആവോ എന്നുള്ളത്. ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാണ് ഒരു കാര്യം പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് നോക്കുന്നത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെർഫെക്ഷനിലേക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആയി, ഒരുപാട് പേർക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ ഒരു നല്ലൊരു കാര്യം, നല്ലൊരു പോയിന്റ്, നല്ലൊരു ഐഡിയ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നെഗറ്റീവ് പറയാതിരിക്കുക. ആദ്യം അവരെ ഒന്ന് കേൾക്കുക. അവരെ ഒന്ന് കേട്ടതിന് ശേഷം അതിലെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ഞാനും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ പറഞ്ഞു ചെല്ലുമ്പോൾ അതിലെ നെഗറ്റീവായിരിക്കും ആൾക്കാർ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ ഒറ്റ ലൈഫല്ലല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വന്നൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ അതിൽ പോസിറ്റീവായിട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക.